ജ്യൂസ് ഫുഡ് ആൻഡ് സ്പൈസസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ക്ലീനിങ് ടിപ്പായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് ഓട്ടോ ക്ലീനിങ് ചിമ്മിനി അല്ല, ഇത് ഫീബാർ എന്നുള്ള കമ്പനിയുടെ ചിമ്മിനിയാണ്. ഇത് ഓട്ടോ ക്ലീനിങ് അല്ല, നമ്മൾ മാനുവലായിട്ട് തന്നെ ക്ലീൻ ചെയ്യണം. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് നല്ല 100% ക്ലീൻ ആയിട്ട് കിട്ടുന്ന ഒരു സൊല്യൂഷൻ നമ്മൾ തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഈ ചിമ്മിനി ഫിറ്റ് ചെയ്തിരിക്കുന്നത് ക്യാബിനറ്റിൻ്റെ താഴെയായിട്ടാണ്. ഓട്ടോ ക്ലീനിങ് ചിമ്മിനി ആണെങ്കിൽ നമുക്ക് ഓയിലെല്ലാം സെപ്പറേറ്റ് ചെയ്തിട്ട് തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ ആ ഒരു ഭാഗം മാത്രം അഴിച്ചെടുത്ത് ക്ലീൻ ചെയ്താൽ മതി. പക്ഷേ ഇത് അങ്ങനെ അല്ലാത്തതുകൊണ്ട് നമുക്കിതിൻ്റെ ഈ മെയിൻ പാർട്ടെല്ലാം അഴിച്ചെടുത്തിട്ട് വേണം ക്ലീൻ ചെയ്തെടുക്കാൻ. അപ്പോൾ ഈ ക്ലീനിങ് പ്രോസസ്സിൽ നമുക്ക് ഈ ഗ്ലാസ് വേണമെങ്കിൽ ഇവിടെ നിന്നും അഴിച്ചെടുക്കാവുന്നതാണ്. അതുപോലെ ഈ മുകളിലുള്ള ഈ നെറ്റ് നമ്മൾ അഴിച്ചെടുത്തിട്ടാണ് ക്ലീൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതൊക്കെ ഒന്ന് നോക്കാം. അങ്ങനെ എന്താ ഞാൻ ചിമ്മിനിയുടെ ഔട്ടർ കവറും നെറ്റും അടങ്ങിയിട്ടുള്ള ഭാഗമാണ് അഴിച്ചെടുത്തിരിക്കുന്നത്. അതിൽ നന്നായിട്ട് ഗ്രീസും എണ്ണയും എല്ലാം നന്നായി പറ്റി പിടിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് നന്നായി ക്ലീൻ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഇതിൻ്റെ സൈഡിലൂടെ എല്ലാം എണ്ണ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതാണ് നമ്മളിന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നത്. ആദ്യം നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്ലീനിങ് ലോഷൻ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ബേക്കിംഗ് സോഡയാണ് ഒരു പാത്രത്തിലേക്ക് ചേർക്കുന്നത്. ഇത് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വരെ ചേർക്കാം. നല്ലപോലെ എണ്ണ ഉള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് വൈറ്റ് വിനീഗറാണ് ചേർക്കുന്നത്. വിനീഗർ ചേർത്ത് കഴിയുമ്പോൾ നന്നായി പതഞ്ഞ് പൊങ്ങുന്നത് കാണാം. ഇനി നമുക്കിതിലേക്ക് ഡിഷ് വാഷാണ് ചേർക്കുന്നത്. ഒരു 1/4 കപ്പോളം ഡിഷ് വാഷ് ഞാനിതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഞാനത് ഡിഷ് വാഷായിട്ട് നന്നായി മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഹാർപ്പിക്കാണ്. ഒരു 2 ടേബിൾ സ്പൂൺ ഹാർപ്പിക്ക് നമുക്കിതിലേക്ക് ചേർക്കാം. അപ്പോഴെന്താ നന്നായി പതഞ്ഞ് പൊങ്ങുന്നതായിട്ട് കാണാം. ഈ ഒരു ക്ലീനിങ് സൊല്യൂഷൻ വെച്ചിട്ടാണ് നമ്മൾ ഗ്രീസുള്ള ചിമ്മിനി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നത്. പതഞ്ഞ് പൊങ്ങി വരുന്നത് കാണാം. അങ്ങനെ നമ്മുടെ ക്ലീനിങ് സൊല്യൂഷനൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിമ്മിനിയിൽ നിന്നും ഈ ഒരു കമ്പി പോലെ വെച്ചിരിക്കുന്നത് എടുത്ത് മാറ്റാം. ഈ കമ്പികളെല്ലാം ഇതിൽ നിന്ന് റിമൂവ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഈ നെറ്റ് ഇതുപോലെയാണ് നമുക്ക് ഈ കമ്പികൾ ഓരോന്നായിട്ട് എടുത്ത് മാറ്റാൻ പറ്റുന്നത്. ഇതുപോലത്തെ 3 കമ്പികളാണ് വെച്ചിട്ടുള്ളത്. അങ്ങനെ കമ്പികൾ 3 എണ്ണം മാറ്റി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലത്തെ ഈ നെറ്റ് അഴിച്ചെടുക്കാൻ പറ്റും. അങ്ങനെ നെറ്റ് നമ്മൾ എടുത്ത് മാറ്റിയിട്ടുണ്ട്. എനിക്കിപ്പോൾ ഇത്രയും വലിയൊരു ചിമ്മിനിയുടെ ഫ്രെയിം ആയതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ബാത്ത് ടബിൽ ഇട്ടിട്ടാണ് ഇത് ക്ലീൻ ചെയ്തെടുക്കുന്നത്. കാരണം ഇത്രയും നീളത്തിൽ എനിക്ക് ബക്കറ്റിനകത്ത് കൊള്ളുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിത് ബാത്ത് ടബിൽ ഇട്ടിട്ടാണ് ക്ലീൻ ചെയ്തെടുക്കുന്നത്. അങ്ങനെ ഞാൻ ബാത്ത് ടബിലേക്ക് ഫ്രെയിമും അതുപോലെ തന്നെ നെറ്റും കൂടി ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള സൊല്യൂഷൻ നമുക്കിതിലേക്ക് തേച്ച് പിടിപ്പിക്കാം. ഞാനെന്താ നമ്മുടെ സൊല്യൂഷനൊക്കെ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഇതുപോലെ ഒരു സ്ക്രബ് വെച്ചിട്ടാണ് ഈ ഒരു നെറ്റിലേക്ക് ഈ ലോഷൻ തേച്ച് പിടിപ്പിക്കുന്നത്. ഇതുപോലെ നമുക്ക് എല്ലാ ഭാഗത്തേക്കും ഈ ഒരു സൊല്യൂഷൻ നമുക്ക് തേച്ച് പിടിപ്പിക്കാം. അതിനുശേഷം ഒരു അരമണിക്കൂർ നേരം നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. എന്നിട്ടാണ് നമ്മളത് കഴുകിയെടുക്കുന്നത്. അങ്ങനെ ഇത് കംപ്ലീറ്റ് ആയിട്ട് നെറ്റിൽ ഞാനിതൊന്ന് തേച്ച് പിടിപ്പിക്കട്ടെ. ഇതിപ്പോൾ തേച്ച് പിടിപ്പിക്കുമ്പോൾ തന്നെ ഇതിലെ ഈ ഗ്രീസും എല്ലാം കുറേയൊക്കെ പോകുന്നുണ്ട്. നെറ്റിൽ തേച്ച് പിടിപ്പിച്ച ശേഷം പിന്നെ ഈ ഫ്രെയിമിലുമാണ് നന്നായി തേച്ച് പിടിപ്പിക്കുന്നത്. തേക്കുമ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ കളറുകളൊക്കെ നന്നായി കളർ വരുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. സ്റ്റീൽ സ്ക്രബ് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ ഒര വീഴുള്ളൂ. അപ്പോൾ അതുപോലെ ഈ ഗ്രീൻ കളറിലുള്ള സ്ക്രബ് വെച്ചിട്ട് കഴുകുകയാണെങ്കിൽ നന്നായിട്ട് ക്ലീനായി കിട്ടുന്നതാണ്. അങ്ങനെ ഇത് എല്ലാ ഭാഗത്തും ഞാനൊന്ന് ക്ലീൻ ആക്കി എടുക്കട്ടെ. ഇതിലേക്ക് ഉരച്ച് തേക്കുന്നതിനനുസരിച്ച് നിന്ന് ചളിയൊക്കെ ഇങ്ങനെ ഇളകി പോകുന്നതായിട്ട് കാണാം. അതുപോലെ നെറ്റിൽ ഞാൻ തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഒരു അരമണിക്കൂർ നേരം കഴിഞ്ഞ ശേഷമാണ് ഞാൻ ഇതൊന്ന്
കഴുകിയെടുക്കുന്നത്. എപ്പോഴും ഇതുപോലെയുള്ള ക്ലീനിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഗ്ലൗസ് ഒക്കെ ധരിച്ചിട്ട് വേണം ക്ലീൻ ചെയ്യാൻ. കാരണം അത്രയ്ക്ക് എണ്ണമഴുക്കൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിലും നഖത്തിലൊക്കെ നന്നായി ഇത് പറ്റി പിടിച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഒരു ക്ലീനിങ് ലോഷൻ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ അത് ഏകദേശം ഒരു 80% ക്ലീൻ ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കിയും കൂടി ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് തിളച്ച വെള്ളമാണ് ഒഴിക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ നല്ല തിളച്ച വെള്ളമാണ് ചേർക്കുന്നത്. ഈ ഓയിലെല്ലാം നന്നായി മെൽറ്റായി കിട്ടാനും പെട്ടെന്ന് തന്നെ പോകാനൊക്കെ ഈ തിളച്ച വെള്ളം ഹെൽപ്പ് ചെയ്യുന്നതാണ്. അങ്ങനത്തെ തിളച്ച വെള്ളം ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി ഒരു അരമണിക്കൂർ നേരം കഴിഞ്ഞിട്ടാണ് ഞാൻ കഴുകിയെടുക്കുന്നത്. ഇപ്പം തന്നെ അതാ ചിമ്മിനീത്ത ഈ അഴുക്കെല്ലാം ഈ ടബിലേക്ക് ഇങ്ങനെ നിൽക്കുന്നത് കാണാം. അങ്ങനത്തെ തിക്കായിട്ട് തന്നെ അതിൻ്റെ എണ്ണമഴുക്കെല്ലാം കംപ്ലീറ്റ് ആയിട്ട് പോന്നിട്ടുണ്ട്. അങ്ങനത്തെ തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞ ശേഷം ഒരു അരമണിക്കൂർ നേരം കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കമ്പിയും എല്ലാം ഞാൻ ആ വെള്ളത്തിൽ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലും എല്ലാം നന്നായിട്ട് തന്നെ എണ്ണമഴുക്കൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കഴുകിയെടുക്കാം. ഞാൻ ഈ സ്റ്റീലിൻ്റെ നെറ്റ് കഴുകാൻ വേണ്ടിയിട്ട് സ്റ്റീലിൻ്റെ സ്ക്രബ് തന്നെയാണ് യൂസ് ചെയ്തത്. കാരണം പച്ച സ്ക്രബ് വെച്ച് യൂസ് ചെയ്തപ്പോൾ അത്ര നന്നായിട്ട് ഇതിൽ നിന്ന് അഴുക്ക് പോന്നിട്ടുണ്ടായിരുന്നില്ല. നല്ല പുതിയതുപോലെ തന്നെ ആയി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിൽ ചില ഭാഗത്തൊന്നും കുറച്ചും കൂടി പോകാനുണ്ട്. അതൊരു ടൂത്ത് ബ്രഷ് വെച്ചിട്ട് ഞാനൊന്ന് കഴുകിയെടുക്കും. പുതിയതുപോലെ തന്നെ നമ്മുടെ നെറ്റൊക്കെ ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട്. എന്തുമാത്രം എണ്ണയും മെഴുക്കുമാണ് നമ്മുടെ ഈ നെറ്റിൽ ഉണ്ടായിരുന്നതെന്ന് നമുക്ക് ഇതിൽ നിന്ന് കാണാൻ പറ്റുന്നതാണ്. ഇനി ഞാൻ ഈ വെള്ളം ഒന്ന് തുറന്നു വിട്ട ശേഷം ഒന്നും കൂടി ഒന്ന് നല്ല വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കുന്നുണ്ട്. ചിമ്മിനിയുടെ ഉള്ളിലത്തെ നെറ്റ് ഞാൻ ബക്കറ്റിലിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിക്കുന്നുണ്ട്. എങ്കിലാണ് ആ കറക്റ്റായിട്ടുള്ള എണ്ണമഴുക്കൊക്കെ പിടിച്ചിരിക്കുന്നതൊക്കെ ഒന്ന് പോവുള്ളൂ. നമ്മൾ കഴുകി കഴിഞ്ഞപ്പോൾ ഒരു 80% പോയിട്ടുള്ളത്. ഞാൻ ഇതിലേക്ക് തിളച്ച വെള്ളമാണ് ഒഴിക്കുന്നത്. അങ്ങനെ ഇത് നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. ഒരു 15 മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്കിത് കഴുകിയെടുക്കാം. വെള്ളത്തിൽ നെറ്റൊക്കെ ഇട്ട് കഴുകി കഴിഞ്ഞപ്പോൾ ഈ ഒരു രീതിയിൽ മഞ്ഞ കളറിൽ വെള്ളത്തിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ കംപ്ലീറ്റ് മെഴുക്കും നമുക്ക് ഈ ചൂടുവെള്ളത്തിൽ തന്നെ കിട്ടിയിട്ടുള്ളതാണ്. അതുപോലെ ഈ ഗ്ലാസിൻ്റെ അവിടെ ഈ മുകളിലൊക്കെ ആയിട്ട് ചെറുതായിട്ട് ഒരു എണ്ണമഴുക്ക് പോലെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതും തയ്യാറാക്കി വെച്ചിട്ടുള്ള ക്ലീനിങ് ലോഷൻ വെച്ചൊന്ന് ചെറിയ ബ്രഷും വെച്ച് നമുക്കൊന്ന് എടുക്കാം. ഇതാക്കണ്ട മഞ്ഞ നിറം പോലെ ഉണ്ട്. ചിമ്മിനിയുടെ മുകളിലും അതുപോലെ നല്ല ചെളി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ആ ക്ലീനിങ് ലോഷൻ വെച്ചിട്ട് തന്നെയാണ് ക്ലീൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ താഴെ ഞാൻ ഒരു ന്യൂസ് പേപ്പറൊക്കെ വെച്ചിട്ട് കവർ ചെയ്തിട്ടുണ്ട്. എന്നിട്ടാണ് മുകളിൽ നമ്മൾ ലോഷൻ പുരട്ടുന്നത്. അപ്പോൾ ആദ്യം ഈ ലോഷനൊന്ന് പുരട്ടി വെച്ച ശേഷം ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്കൊന്ന് ബ്രഷ് വെച്ച് നന്നായി ഉരച്ചെടുക്കാം. പെട്ടെന്ന് തന്നെ പോകുന്നതാണ്. ഞാനത് ക്ലീനിങ് ലോഷനൊക്കെ ഞാൻ ഇതിലേക്ക് പുരട്ടിയിട്ടുണ്ട്. അതുപോലെ ആ ഗ്ലാസ്സിലും കുറച്ച് നേരം ഒന്ന് പുരട്ടി വെക്കുന്നുണ്ട്. അങ്ങനെ ഒരു നനഞ്ഞ ടിഷ്യൂ വെച്ച് തുടച്ച് കഴിയുമ്പോൾ നന്നായി ക്ലീനായിട്ട് തന്നെ വരുന്നത് കാണാം. അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ എല്ലാം അവിടെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കട്ടെ. അങ്ങനത്തെ ഫ്രെയിമെല്ലാം ഒരു മൈക്രോ ഫൈബർ തുണി വെച്ചിട്ട് നന്നായി ഒന്ന് ഉണക്കി എടുത്തിട്ടുണ്ട്. അങ്ങനത്തെ ചിമ്മിനിയുടെ പിൻഭാഗമാണ്. അപ്പോൾ അത് നന്നായി പെർഫെക്റ്റ് ആയിട്ട് തന്നെ ക്ലീനായി കിട്ടിയിട്ടുണ്ട്. എണ്ണയുടെ മഴുക്കും അതുപോലെ തന്നെ ചെളിയെല്ലാം നന്നായി പോയിട്ടുണ്ട്. ഇതിന് വേണ്ടിയിട്ട് 5 പൈസ നമുക്ക് ചിലവില്ലാതെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്കിനി ചിമ്മിനിയൊക്കെ ക്ലീൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ഒരു ടിപ്പ് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. കൂടാതെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി നമുക്കിത് ഫിറ്റ് ചെയ്യാം. ഇതിലെ എണ്ണമെഴുക്കും അതുപോലെ തന്നെ ചെളിയൊക്കെ പോയി നല്ല ഫ്രഷ് ആയിട്ട് നല്ല ക്ലീൻ ആയിട്ട് പുതിയതുപോലെ തന്നെ നമ്മുടെ ചിമ്മിനി മാറുന്നതാണ്.